നിരോധിത പുകയിലക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ എ ഷാനവാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി. ആലപ്പുഴ നഗരസഭയിൽ തൊണ്ടൻകുളങ്ങര വാർഡിലാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കേസിൽ ആരോപണ വിധേയനായതിന് പിന്നാലെ ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, എന്തായിരുന്നു ഷാനവാസിനെതിരായ ആരോപണവും കേസും? അതിനുശേഷം ഷാനവാസിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരുന്നോ? തിരിച്ചെടുക്കാതെ തന്നെയാണോ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്? ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് തിരിച്ചെടുത്തിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 2 വർഷം മുൻപുള്ള കേസാണ്. ഈ നിരോധിത പുകയില കടത്തിയ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ഷാനവാസിനാണ് ഇപ്പോൾ LDF സീറ്റ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് ഷാനവാസിന്റെ വാഹനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ നിരോധിത പുകയില വസ്തുക്കൾ പിടിച്ചെടുക്കുകയായിരുന്നു. അതിനെ തുടർന്ന് വലിയ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഷാനവാസ് നേരിട്ടിരുന്നു. തന്റെ വാഹനം അത് വാടകയ്ക്ക് കൊടുത്തതാണ് എന്നാണ് ഷാനവാസ് അന്ന് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ ഏരിയ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നത് കൂടിയാണ്. പക്ഷെ തിരിച്ചെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആരോപണ വിധേയനായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ നഗരസഭയിൽ തൊണ്ടൻകുളങ്ങര വാർഡിൽ നിന്നാണ് ഷാനവാസ് മത്സരിക്കുന്നത്. കാളാത്ത് വാർഡിൽ കൗൺസിലർ ആയിരുന്നു ഷാനവാസ് മുൻപ്. ഇപ്പോൾ തൊണ്ടൻകുളങ്ങര വാർഡിൽ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. ശരി ലിഡിയ, ഒരിക്കൽ കൂടി ബീഹാർ